അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലൈഹി. പരിശുദ്ധമാക്കപ്പെട്ട മുഹറം 10 നമ്മളിലേക്ക് കടന്നു വരാൻ തുച്ഛമായ ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മുഹറം 10 മഹത്തുക്കളായ ആലിമീങ്ങൾ നമുക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊക്കെ നമ്മൾ മുറുകെ പിടിച്ചാൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ ജീവിതത്തിൽ വലിയ ഐശ്വര്യങ്ങൾ ഉണ്ടാകുന്നതാണ്. ഒരുപാട് പേര് കടമുള്ളവരുണ്ട്, ജോലിയില്ലാത്തവരുണ്ട്, അതുപോലെ തന്നെ ഭവനമില്ലാത്തവരുണ്ട്, മക്കളില്ലാത്തവരുണ്ട്, ജീവിതത്തിന്റെ പല മേഖലകളിൽ പ്രയാസപ്പെടുന്നവരുണ്ട്, അതുപോലെ വിവാഹപ്രായമെത്തി നിൽക്കുന്ന മക്കളുണ്ട്. ഇൻഷാ അല്ലാഹ് ജീവിതത്തിൽ ഉടനീളം ബർക്കത്തിന്റെ വഴികൾ മഹത്തുക്കളായ അരുമീങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊക്കെ നമ്മൾ മുറുകെ പിടിച്ചാൽ അള്ളാഹു വലിയ ഐശ്വര്യങ്ങൾ നമുക്ക് നൽകപ്പെടുന്നതാണ്. അപ്പൊ മുഹറം 10 നാം കാത്തു സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങൾ പറഞ്ഞു തരാം. അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ മഹത്തായ സൂറത്ത് ഇങ്ങനെയുള്ള വിശിഷ്ട ദിവസങ്ങളൊക്കെ നിങ്ങൾ ഓതിയിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്താൽ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ വിജയം നിങ്ങൾക്ക് നൽകുന്നതാണ്. നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ മഹത്തുക്കളായ പണ്ഡിതന്മാർ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊക്കെ ജീവിതത്തിൽ നമ്മൾ പകർത്തിയാൽ ഇൻഷാ അല്ലാഹ് അല്ലാഹു ആ ഒരു വർഷം ജീവിതത്തിൽ വലിയ ഐശ്വര്യങ്ങൾ നൽകുന്നതാണ്. നമുക്ക് നോക്കാം, മഹത്തുക്കളായ ആലിമീങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. മുഹറം 9, 10 വലിയ അല്ലാഹു ഒരുപാട് ഐശ്വര്യങ്ങൾ നൽകപ്പെടുന്ന ദിനമാണ്. ആ ദിവസത്തിൽ അല്ലാഹു അവന്റെ ഔലിയാക്കൾക്ക്, അവന്റെ അമ്പിയാക്കൾക്ക് അല്ലാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയ ദിവസമാണ്. അപ്പൊ ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്ന ഒരു ചെറിയ സൂറത്തിനെ പറ്റിയാണ്. ഈ സൂറത്ത് നിങ്ങൾ നിയ്യത്ത് വെച്ച് മഹാന്മാര് പറഞ്ഞു തന്ന എണ്ണത്തിൽ നിങ്ങൾ ഓതുകയാണെങ്കിൽ, വരുമാനമില്ലാതെ നിങ്ങൾ വിഷമിക്കുകയാണോ, നിങ്ങൾക്ക് അല്ലാഹു നല്ല വരുമാനം നൽകുന്നതാണ്. അതുപോലെ തന്നെ ജോലിയില്ലാതെ നിങ്ങൾ വിഷമിക്കുന്നവരാണെങ്കിൽ അല്ലാഹു നല്ല ജോലി നൽകുന്നതാണ്. നിങ്ങൾ പ്രവർത്തിക്കുന്ന മേഖലകളിൽ നല്ല ഉയർച്ചയും സ്ഥാനങ്ങളും അല്ലാഹു നൽകുന്നതാണ്. അതുപോലെ നിങ്ങൾ പോകുന്ന വഴികൾ അടഞ്ഞു കിടക്കുകയാണോ, നിങ്ങൾ ഈ സൂറത്ത് ഈ പറഞ്ഞ എണ്ണത്തിൽ നിങ്ങൾ ഓതിയാൽ അല്ലാഹു നിങ്ങൾക്ക് അടഞ്ഞ വഴികൾ തുറന്നു തരുന്നതാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് അനുഭവിച്ചറിയാം. പരിശുദ്ധ ഖുർആൻ അത് അമാനുഷികമായ ഗ്രന്ഥമാണ്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ജീവിതത്തിൽ അല്ലാഹു ഒരുപാട് ഐശ്വര്യങ്ങൾ നൽകപ്പെടുന്നതാണ്. മുഹറം ആദ്യത്തെ 10 ദിനങ്ങൾ പ്രധാനപ്പെട്ടതാണ്. ആദ്യത്തെ 10 ദിനങ്ങളിൽ നമ്മൾ ഏകദേശം 5ഓളം ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയുള്ള 5 ദിവസങ്ങൾ വലിയ മഹത്വമുള്ള ദിവസമാണ്. ആദ്യത്തെ 10 ദിനങ്ങൾ പ്രധാനപ്പെട്ടതാണ്. അതിൽ നിന്നൊക്കെ വേറിട്ട് നിൽക്കുന്നതാണ് ആശൂറ ദിവസം അഥവാ മുഹറം 10. അത് എന്താണ് എൻ്റെ പ്രിയപ്പെട്ട മോമിനീങ്ങളെ? വരുന്ന വ്യാഴാഴ്ച, വരുന്ന വെള്ളിയാഴ്ച, വ്യാഴാഴ്ച മഗ്‌രിബ് ബാങ്കോടുകൂടിയാണ് തുടങ്ങുന്നത് ആശൂറ. അതായത് വരുന്ന വ്യാഴാഴ്ച പകൽ താസുആഇന്റെ നോമ്പാണ്. അന്ന് മഗ്‌രിബിന് ബാങ്ക് വിളിക്കുന്നതോടുകൂടി മുഹറം 10ന്റെ രാവാണ്. അപ്പൊ വ്യാഴാഴ്ച മഗ്‌രിബോടുകൂടി മുഹറം 10 തുടങ്ങുകയാണ്. ഈ പുണ്യമായ ദിവസം നമ്മളിലേക്ക് കടന്നു വരാൻ തുച്ഛമായ മണിക്കൂറുകളിൽ, ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ചെറിയൊരു മനസ്സ് വെച്ചാൽ ആ പുണ്യം നമുക്ക് നേടിയെടുക്കാൻ കഴിയും ഇൻഷാ അല്ലാഹ്. മുഹറം 10 വലിയ മഹത്വമുള്ള ദിനമാണ്. മുഹറം 9, മുഹറം 10, മുഹറം 11 ഈ 3 ദിവസമാണ് പ്രഗൽഭമായ സുന്നത്തുള്ള നോമ്പ്. ഈ 3 ദിവസങ്ങൾക്കാണ്, ഈ 3 ദിവസങ്ങളാണ് പ്രധാനമായും നമ്മൾ നോമ്പെടുക്കേണ്ടത്. അതിൽ പ്രധാനപ്പെട്ടത് മുഹറം 10ന്റെ നോമ്പാണ്. അതിന് അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പൊ ആ ദിവസം വലിയ മഹത്വമുള്ളതാണ്. അല്ലാഹുവേ, മുഹറം 9, 10 നോമ്പ് പിടിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. എല്ലാവരും നിങ്ങളെ അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള മക്കളെയും നോമ്പിനെ കുറിച്ച്, അതിന്റെ പുണ്യത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കുക. പിടിക്കാൻ കഴിയുന്ന മക്കളെ കൊണ്ട് നമ്മൾ നോമ്പ് പിടിപ്പിക്കുക. പ്രത്യേകിച്ച് അന്ന് അവർക്ക് മദ്രസയും സ്കൂളൊക്കെ ഓഫാണ് അല്ലേ? അന്ന് ആ ദിവസം ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് മദ്രസയും സ്കൂളൊക്കെ, എൻ്റെ പ്രിയപ്പെട്ട മോമിനീങ്ങളെ, അന്ന് അവധി ദിവസമാണ്. അതുകൊണ്ട് നോമ്പിനെ കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കുകയും അവരെ കൊണ്ട് പിടിക്കാൻ കഴിയുമെങ്കിൽ പിടിപ്പിക്കുകയും ചെയ്യുക അല്ലേ? നല്ല മഹത്വമുള്ള ദിനമാണ്. രണ്ടാമത്തെ കാര്യം, ഫുഖഹാക്കൾ സുന്നത്തായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള മറ്റൊരു കാര്യം, സ്വന്തം നഫ്സിനും മക്കൾക്കും ചെലവ് കൊടുക്കുന്നവർക്കും നല്ല ഭക്ഷണ വിശാല ചെയ്യുക. മുഹറം 10 ആരും വിഷ്കിത്തരം കാണിക്കുക. നല്ല ഭക്ഷണം, നമ്മ മക്കൾക്ക് ഏത് ഭക്ഷണമാണോ ഇഷ്ടപ്പെട്ടത് ആ ഒരു ഭക്ഷണം നമ്മൾ ഭവനത്തിൽ ഉണ്ടാക്കി കൊടുക്കണം.
എന്ന് മുഹറം 10 അഥവാ വ്യാഴാഴ്ച നല്ല ഭക്ഷണം ഉണ്ടാക്കിയോ. അപ്പൊ ആ നോമ്പ് മുഹറം 10 രാവ്, ആ രാവിലെ നല്ല റാഹത്താണ്, നമുക്ക് നോമ്പ് തുറക്കാൻ കഴിയും. അതൊക്കെ എല്ലാവർക്കും നോമ്പാണല്ലോ. അള്ളാഹു നോമ്പ് പഠിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. പറഞ്ഞു വരുന്നത്, മുഹറം 9, 10 നല്ല ഭക്ഷണം നമ്മളെ വീട്ടിൽ പാചകം ചെയ്യണം. അങ്ങനെ നീ ചെയ്തു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന്റെ തൃപ്തി കാംക്ഷിച്ചുകൊണ്ട് അങ്ങനെ നിങ്ങൾ ചെയ്താൽ വരും വർഷം വരെ അള്ളാഹു നിനക്ക് സമ്പത്തിലും നിന്റെ ഭക്ഷണത്തിലും നിന്റെ ആയുസ്സിലും അതുപോലെ നിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹു നിനക്ക് വിശാലത നൽകുന്നതാണ്. അപ്പൊ അത് പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കണം. മുഹറം 10 വരുമ്പോൾ നമ്മളെ വീട്ടിൽ പിശുക്കത്തരം കാണിക്കാതെ നല്ല ഭക്ഷണം തയ്യാറാക്കണം. മന്നാനായ റബ്ബ് സുബ്ഹാനഹു വ തആല ദിവസത്തിന്റെ ബർക്കത്ത് കൊണ്ട് ഒരു വർഷം നിന്റെ വീട്ടിൽ അല്ലാഹു നല്ല ഭക്ഷണം എത്തിക്കുന്നതാണ്. അതുപോലെ തന്നെ മുഹറം 10 അന്ന് നിങ്ങൾക്ക് കഴിയുന്ന ഒരു സദഖ നിങ്ങൾ നൽകണം. അന്ന് ദാനധർമ്മങ്ങൾ നിങ്ങൾ ചെയ്യണം. അല്ലാഹു ഒരുപാട് ഐശ്വര്യങ്ങൾ നൽകപ്പെടുന്നതാണ്. ആർക്കെങ്കിലും എന്തൊക്കെ നമ്മൾ ദാനധർമ്മം ചെയ്യണം, അല്ലാഹു ഒരുപാട് ഐശ്വര്യങ്ങൾ നൽകപ്പെടുന്നതാണ്. അതുപോലെ തന്നെ ആ ദിവസം നല്ല കാര്യങ്ങൾ നമ്മൾ കേൾക്കുക, ആ ദിവസത്തിന്റെ പവിത്രതയെ നമ്മൾ കാത്തു സൂക്ഷിക്കുക. അതുപോലെ തന്നെ കുടുംബങ്ങളുമായി നമ്മൾ ബന്ധപ്പെടുക. അതുപോലെ തന്നെ നമ്മൾ കുടുംബക്കാരെയൊക്കെ സന്ദർശിക്കുക. ഫോൺ ചെയ്തൊക്കെ വിളിക്കാൻ കഴിയുന്നവർക്ക് അങ്ങനെ ചെയ്യുക. അതൊക്കെ വലിയ ബർക്കത്തുള്ളതാണ്. അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അല്ലാഹു ജീവിതത്തിൽ വലിയ ബർക്കത്ത് നിങ്ങൾക്ക് നൽകപ്പെടുന്നതാണ്. അപ്പോൾ മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് ഭക്ഷണ വിശാലത ഉണ്ടാകാനും ജീവിതത്തിൽ ഐശ്വര്യങ്ങൾ ഉണ്ടാകാനും രോഗങ്ങൾ മാറാനും ഒക്കെ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. മുഹറം 10 ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത് ഒരു ചെറിയ സൂറത്തിനെ പറ്റിയാണ്. ഒരു ചെറിയ സൂറത്തിനെ പറ്റിയാണ്. ഈ സൂറത്ത് നിങ്ങൾ നിയ്യത്ത് വെച്ച് മഹാന്മാർ പറഞ്ഞു തന്ന എണ്ണത്തിൽ നിങ്ങൾ ഓതുകയാണെങ്കിൽ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരാൻ പോകുന്നത് മുഹറം 10 ദുആയ്ക്ക് ഉത്തരം കിട്ടുന്ന നല്ല നിമിഷങ്ങളാണ്. അപ്പൊ ആ ദിവസങ്ങളൊക്കെ ഈ മഹത്തുക്കളായ പണ്ഡിതന്മാർ പറഞ്ഞു തന്ന സൂറത്ത് നിങ്ങൾ നിയ്യത്ത് വെച്ച് ഓതിയാൽ, മഹാന്മാർ പറഞ്ഞു തന്നെ എണ്ണത്തിൽ നിങ്ങൾ ഓതുകയാണെങ്കിൽ വരുമാനമില്ലാതെ നിങ്ങൾ വിഷമിക്കുകയാണോ, നിങ്ങൾക്ക് അല്ലാഹു നല്ല വരുമാനം നൽകുന്നതാണ്. അതുപോലെ തന്നെ ജോലിയില്ലാതെ വിഷമിക്കുന്നവരാണെങ്കിൽ അല്ലാഹു നല്ല ജോലി നൽകുന്നതാണ്. നിങ്ങൾ പ്രവർത്തിക്കുന്ന മേഖലകൾ നല്ല ഉയർച്ചയും സ്ഥാനങ്ങളും അല്ലാഹു നൽകുന്നതാണ്. അതുപോലെ നിങ്ങൾ പോകുന്ന വഴികൾ അടഞ്ഞു കിടക്കുകയാണോ, നിങ്ങൾ ഈ സൂറത്ത് ഈ പറഞ്ഞ എണ്ണത്തിൽ നിങ്ങൾ ഓതുകയാണെങ്കിൽ അല്ലാഹു നിങ്ങൾക്ക് വലിയ വിശാലത നൽകുന്നതാണ്. മക്കൾക്ക് നല്ല ജോലി കിട്ടാൻ മാതാപിതാക്കൾ നിയ്യത്ത് വെച്ച് ഈ സൂറത്ത് ഓതിയാൽ മതി. അതുപോലെ തന്നെ ഭർത്താക്കന്മാർക്ക് നല്ല ജോലി കിട്ടാൻ ഭാര്യമാർ നിയ്യത്ത് വെച്ച് ഈ സൂറത്ത് ഓതിയാൽ മതി. അതുപോലെ തന്നെ ജോലി സ്ഥലത്ത് ശമ്പളം കൃത്യമായി നൽകുന്നില്ലെങ്കിൽ ശമ്പളം കുറവാണെങ്കിൽ നിയ്യത്ത് വെച്ച് ഈ സൂറത്ത് ഓതിക്കോ. മഹത്തുക്കളായ ആലിമീങ്ങൾ നമുക്ക് പറഞ്ഞു തരുകയാണ്. അവർ നമുക്ക് പറഞ്ഞു തരുകയാണ്, ഈ സൂറത്ത് രാവിലെ 3 വട്ടം വൈകുന്നേരം 3 പ്രാവശ്യം നിങ്ങൾ ഓതിയാൽ ധാരാളം അനുഗ്രഹങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് നൽകുന്നതാണ്. അപ്പൊ ഇനിയുള്ള ദിവസങ്ങളിൽ ഈ സൂറത്ത്, ഈ മഹത്തായ സൂറത്ത് നിങ്ങൾ രാവിലെ 3 പ്രാവശ്യം അതുപോലെ വൈകുന്നേരം 3 പ്രാവശ്യം നിങ്ങൾ ഓതിയാൽ അല്ലാഹു വലിയ അനുഗ്രഹങ്ങൾ നമുക്ക് നൽകുന്നതാണ്. അതിൽപ്പെട്ട ഒന്ന് നമ്മളെല്ലാം ഭയപ്പെടുന്ന ദാരിദ്ര്യത്തിൽ നിന്ന് അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തുന്നതാണ്. അതുപോലെ ഭക്ഷണ വിശാലത അല്ലാഹു നൽകുന്നതാണ്. ഒരുപാട് പേര് ഭയപ്പെടുന്നുണ്ട്, അല്ലാഹുവേ പടച്ചവനെ നീ ദരിദ്രമെന്ന മഹാവിപത്തിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാഹ്. റിസ്കിൽ അല്ലാഹു വിശാലത നൽകും. റിസ്ക് എന്ന് പറഞ്ഞാൽ ഭക്ഷണം, പാർപ്പിടം, വസ്ത്രം, അതുപോലെ തന്നെ നമുക്ക് വേണ്ടുന്ന ആവശ്യങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കി തരുന്ന ഒരു സൂറത്താണ്. അതുപോലെ തന്നെ ഈ സൂറത്ത് നിങ്ങൾ രാത്രി ഓതിയിട്ട് കിടന്നാൽ ഖുർആനിൽ നിന്നും 1000 ആയത്ത് ഓതിയ പ്രതിഫലം നിങ്ങൾക്ക് അല്ലാഹു നൽകുന്നതാണ്. അത്ര മഹത്തായ ഒരു സൂറത്താണ്. ഒന്ന് രാവിലെ 3 പ്രാവശ്യം വൈകിട്ട് 3 പ്രാവശ്യം ഓതിയാൽ അല്ലാഹു സാമ്പത്തിക അഭിവൃദ്ധി നൽകുന്നതാണ്. അതുപോലെ ഈ സൂറത്ത് നിങ്ങൾ രാത്രി ഓതിയിട്ട് കിടന്നാൽ 1000 ആയത്ത് ഓതിയ പ്രതിഫലം അല്ലാഹു നൽകുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ പോകുന്ന മേഖലകളിലെല്ലാം നിങ്ങൾക്ക് തടസ്സങ്ങളാണ്. പലരും പറഞ്ഞിട്ടുണ്ട്, ഉസ്താദേ ഒരു വഴിക്കിറങ്ങിയാൽ അവിടെയൊക്കെ തടസ്സങ്ങളാണ്. അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട്. ഒരു വിഷയത്തിന് ഇറങ്ങിയാൽ അപ്പൊ തടസ്സം, ഏത് വിഷയമാകട്ടെ തടസ്സങ്ങളാണ് മുന്നിലുള്ളത്. അങ്ങനെയുള്ള ആൾക്കാർ ഈ സൂറത്ത്
ഈ മഹത്തായ സൂറത്ത് രാത്രി ഒരു 10 പ്രാവശ്യം ഓതിയിട്ട് ഇശ്ഫി എന്ന് പറഞ്ഞ് കയ്യിൽ ഓതി കിടന്നുറങ്ങിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ അല്ലാഹു നൽകുന്നതാണ്. വലിയ വിജയം നിങ്ങൾക്ക് അല്ലാഹു നൽകുന്നതാണ്. ഇറങ്ങുന്ന വഴികളൊക്കെ അല്ലാഹു വിശാലമാക്കുന്നതാണ്. നല്ല ഇഖ്ലാസോടെ നിങ്ങളുടെ ഹൃദയങ്ങൾ അല്ലാഹുവിലേക്ക് ബന്ധപ്പെടുത്തി കൊണ്ടുപടച്ചവനെ, നിന്റെ ഖുർആനിന് വലിയ മഹത്വമുണ്ട് അല്ലാഹ്. അത് മഹത്തുക്കളായ ആലിമീങ്ങൾ പറഞ്ഞു തന്നതുപോലെ ഓതിയാൽ വലിയ മഹത്വമുണ്ട് റബ്ബേ. അങ്ങനെ നിങ്ങൾ ഓതിയിട്ട് ഒരു 10 പ്രാവശ്യം ഓതിയിട്ട് ഇശ്ഫി എന്ന് പറഞ്ഞ് നിങ്ങൾ കയ്യിൽ ഓതി കിടന്നുറങ്ങി നോക്കും. ഇൻഷാ അല്ലാഹ് അത്ഭുതകരമായ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ വിഷമങ്ങളും ടെൻഷനൊക്കെ അല്ലാഹു മാറ്റുന്നതാണ്. അതുകൊണ്ട് ഇനിയുള്ള ദിവസം മുഹറത്തിന്റെ മനോഹരമായ ദിവസമാണ്. ഇനിയുള്ള ദിവസങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഈ മഹത്തായ സൂറത്തുകളെല്ലാം നിങ്ങൾ ഓതുക. അല്ലാഹു വലിയ ജീവിതത്തിൽ വലിയ ബർക്കത്ത് അല്ലാഹു നൽകുന്നതാണ്. അപ്പോൾ ഈ സൂറത്തുകളൊക്കെ നമ്മൾ ഇങ്ങനെയുള്ള നല്ല രാവുകളിലും രാത്രികളിലൊക്കെ നമ്മൾ ഓതിയിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യുക. വന്നാനായ റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് വലിയ വിജയങ്ങൾ നൽകുന്നതാണ്. സൂറത്ത് ഏതാണ്? സൂറത്ത് തകാസുർ. ഈ മഹത്തായ സൂറത്ത് ഞാൻ നിങ്ങൾക്ക് ഓതിത്തരാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുൽ മഖാബിർ. കല്ലാ സൗഫ തഅലമൂന സുമ്മ കല്ലാ സൗഫ തഅലമൂൻ. കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ ലതറവുന്നൽ ജഹീമ സുമ്മ ലതറവുന്നഹാ ഐനൽ യഖീൻ സുമ്മ ലതുസ്അലുന യൗമഇദിൻ അനിൻ നഈം. ഈ മഹത്തായ സൂറത്ത് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ എല്ലാവരും ഈ മുകൾ പറഞ്ഞതുപോലെ നിങ്ങൾ ഓതുക. അല്ലാഹു വലിയ ഐശ്വര്യങ്ങൾ നൽകുന്നതാണ്. പടച്ചവനെ, ഞങ്ങൾ പറഞ്ഞത് കേട്ടതെല്ലാം ഒരു സാലിഹായ അമലാക്കണേ അല്ലാഹ്. ഇതെല്ലാം ഞങ്ങൾക്ക് ഇരുലോക വിജയികളെ കൂട്ടത്തിലെത്താൻ ഒരു കാരണമാക്കണേ അല്ലാഹ്. റബ്ബേ, മുഹറം 9, 10 ഒക്കെ ആശുറ, തസ്ഉഅ, മുഹറം 9, 10 നമ്മളിലേക്ക് കടന്നു വരികയാണ് റബ്ബേ. ആ ദിവസത്തിൽ ഞങ്ങൾ ചെയ്യുന്ന ഇബാദത്തുകൾ, ആരാധനകളെല്ലാം നീ സ്വീകരിക്കണേ അല്ലാഹ്. ഇതെല്ലാം ഇരുലോക വിജയികളുടെ കൂട്ടത്തിലെത്താൻ ഒരു കാരണമാക്കണേ അല്ലാഹ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل وسلم وبارك